الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് കൃത്യമായി മനസ്സിലാക്കി ആ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗവും മറ്റു പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫയും ആശ്വാസവും പരിഹാരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവിശ്വാസമുള്ള, പരലോകബോധമുള്ള ആളുകൾ ആ ദൈവവിശ്വാസവും പരലോകബോധവും എത്രയധികമുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവോടുള്ള പ്രാർത്ഥനകൾ അവർ
വർദ്ധിപ്പിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും നന്നായി അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും മനസ്സിലാക്കിയത് പ്രവാചകന്മാരായതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ, നബിമാർ മറ്റാരേക്കാളും ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ, ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. മാത്രവുമല്ല, ആ പ്രാർത്ഥനകളൊക്കെയും തന്നെ ആ പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകിയിരുന്നു എന്നതും ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അനേകം ആളുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു ഹജ്ജ് തീരുമാനിച്ച് യാത്ര പുറപ്പെടാനിരിക്കുന്ന എല്ലാവർക്കും സ്വീകാര്യപ്രദമായ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ആ പുണ്യകർമ്മത്തിനു വേണ്ടി ആ വിശുദ്ധ മണ്ണിലെത്താൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. സ്വാഭാവികമായും ഈ ഒരു സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോവുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിച്ച വിവിധങ്ങളായ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലെ ഏതാനും ചില പ്രാർത്ഥനകളാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ആ പ്രാർത്ഥനകൾ കേവലം ഇബ്രാഹിം നബി ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പറയുന്നതിനപ്പുറം സഹോദരങ്ങളെ, ആ ഓരോ പ്രാർത്ഥനയിലും വളരെ വലിയ പാഠം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, തൗഹീദിൽ ജീവിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ ഇബ്രാഹിം നബി പറഞ്ഞത് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അള്ളാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ സംരക്ഷിക്കണമേ, ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമേ, ഞങ്ങൾക്ക് നീ കാവലു നൽകണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കുന്നു നിങ്ങൾ, തൗഹീദ് പ്രബോധനം ചെയ്യാൻ കടന്നു വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധകനും പ്രചാരകനുമായി അറിയപ്പെട്ട അബുൽ അംബിയാ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, എന്നെയും എന്റെ മക്കളെയും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ ശിർക്കിന്റെ കാര്യത്തിൽ എത്ര വലിയ ഗൗരവം കാണിക്കണം. നമ്മുടെ ആത്മാർത്ഥമായി ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. പടച്ചോനെ, ശിർക്കാണെന്നറിയാതെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ശിർക്ക് സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞാൻ അതിൽ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നു. അപ്പൊ ഈ പ്രാർത്ഥനയൊക്കെ ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിഞ്ഞും അറിയാതെയും നമ്മിൽ ശിർക്ക് സംഭവിച്ചു പോകാതിരിക്കാനുള്ള ആ ഒരു കാവലാണ് ആ ദുആ. അപ്പൊ ഒന്ന് തൗഹീദിന് വേണ്ടിയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. രണ്ടാമത്തൊന്ന്, മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സൂറത്തുൽ ബഖറയുടെ 126-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം, റബ്ബി ജഅൽ, അല്ലാഹുവേ നീ ആക്കണമേ, ഹാദാ ബലദൻ ആമിനാ, ഈ നാട് ഒരു നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി മാറ്റണമേ. അപ്പൊ താൻ ജീവിക്കുന്ന, നിലകൊള്ളുന്ന ആ നാട്
അത് നിർഭയത്വവും സമാധാനവും സുരക്ഷിതത്വവുമുള്ള ഒരു നാടായി കിട്ടണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളും തന്നെ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നിർഭയത്വവും സമാധാനവും സന്തോഷവും ഒക്കെ നിലനിന്നു പോകാൻ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തൊരു പ്രാർത്ഥന, ഇബാദത്തുകൾ, ഇസ്തിഗ്ഫാറുകളൊക്കെ ധാരാളമായി നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പറയാണ്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണമേ, മുഖീമസ്സലാ, അല്ലാഹുവേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം, വമിൻ ദുർരിയതി, എന്റെ മക്കളെയും. നോക്കൂ നിങ്ങൾ, നിസ്കാരം നിലനിർത്താൻ പ്രബോധകനായി പ്രവാചകനായി അല്ലാഹ് വഹീ കൊടുക്കുന്ന ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കാണ്, പഠിച്ചോനെ നിസ്കാരം നിലനിർത്തി ജീവിക്കാനുള്ള തൗഫീഖ് എനിക്കും എന്റെ മക്കൾക്കും നൽകണമേ. അതൊരു തൗഫീഖ് കിട്ടിയാൽ മാത്രം സാധിക്കുന്നതാണ്. ചോക്കണേ, നമ്മളൊക്കെ ജുമാക്കെത്തി, പക്ഷെ ബാങ്ക് കൊടുക്കണതിന്റെ മുമ്പ് പള്ളി കയറി അള്ളാഹുവിന്റെ വിശുദ്ധരായ മലക്കുകളുടെ രേഖയിൽ പേര് വരാൻ നമുക്ക് എത്ര ആൾക്ക് തൗഫീഖ് ഉണ്ടായി? ഇന്ന് വളരെ ചുരുക്കം ആളുകളാണ് ബാങ്ക് കൊടുക്കുമെന്ന് പള്ളിയിലുള്ളത്. അതൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി പറയാണ്, പടച്ചോനെ നിസ്കാരം കൃത്യമായിട്ട് നിലനിർത്താൻ നീ എന്നെയും മക്കളെയും അനുഗ്രഹിക്കണേ. വീണ്ടും അദ്ദേഹം പറയാണ്, റബ്ബനാ വതഖബ്ബൽ ദുആ, പടച്ചവനെ നീ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണം റബ്ബേ. നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിലോ? ഇപ്പൊ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ഖൽബിൻ ലാ യഖ്ശ, ഒരിക്കലും നിന്നെ പേടിക്കാത്ത ഭയമില്ലാത്തൊരു മനസ്സുണ്ടാകുന്നതിൽ നിന്ന്, പടച്ചവനെ പേടിയില്ലാത്തൊരു മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബ, ഒരിക്കലും സംതൃപ്തിയാകാത്ത നിറയാത്തൊരു മനസ്സ്, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഇൽമിൻ ലാ യൻഫ, പടച്ചവനെ ഒരു ഉപകാരമില്ലാത്ത അറിവുകൾ, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, സ്വീകാര്യത കിട്ടാത്ത പ്രാർത്ഥനകൾ, അല്ലാഹു അത്തരം പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന്. അപ്പൊ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക എന്നുള്ളതൊരു പ്രധാനമാണ്. അതിന് നബിമാർ വീണ്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അദ്ദേഹം പറയാണ്, റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം, എന്റെ മാതാപിതാക്കൾക്കും വിശ്വാസികൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. പൊറുക്കലിനെ തേടണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം എപ്പോഴും. മഹാനായ ഇബ്നുൽ ഖയ്യിം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് മഴ കിട്ടാത്തതിന്റെ, മക്കളില്ലാത്തതിന്റെ, കൈകനികളില്ലാത്തതിന്റെ ഒക്കെ സങ്കടം പറഞ്ഞ് പരിഹാരം ചോദിച്ചു വന്ന ആളുകളോട് എല്ലാരോടും അദ്ദേഹം തിരിച്ചു കൊടുത്ത മറുപടി, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ എന്നാണ്. കാരണം അല്ലാഹ് പറഞ്ഞത്, നൂഹ് നബി പഠിപ്പിച്ചില്ല, വഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയ പടച്ചോങ്ങൾക്ക് മഴ തരുന്നാണ്. മാത്രമല്ല പരലോകത്ത് നാം പറഞ്ഞ വാക്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അസ്തഗ്ഫിറുള്ളാണ്. അതുകൊണ്ട് നല്ലോണം ഇസ്തിഗ്ഫാർ നടത്തുക, നമുക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി. നാലാമത്തൊരു പ്രാർത്ഥന, മക്കളുടെ കാര്യത്തിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാണ്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്ക് നീ സ്വാലിഹായ മക്കളെ തരണേ. സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ മക്കളെ കിട്ടാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് സ്വാലിഹായ കുട്ടിയെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ കിട്ടിയ മക്കളുടെ കാര്യത്തിൽ ആ മക്കളെ റബ്ബേ നീ സ്വാലിഹ്യങ്ങളാക്കി വളർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ടും. അല്ലാഹു സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ മക്കളെ കൺകുളിർമ നൽകുന്ന മക്കളാക്കി അല്ലാഹു വളർത്തുമാറാകട്ടെ. പക്ഷെ സഹോദരങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്കൊരു കുട്ടിനെ തരണേ, കുട്ടി വേണേ എന്നല്ല, വാർദ്ധക്യത്തിലും പ്രാർത്ഥിക്കാണ്, പടച്ചോനെ തരണ കുട്ടി അത് സ്വാലിഹായ സന്താനാകണേ. ഇപ്പൊ മക്കളെ കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോഴും കിട്ടിയ മക്കളുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർ സ്വാലിഹങ്ങളാകാൻ പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണ്. മറ്റൊന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്, വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പടച്ചോനെ എനിക്ക് ശേഷം വരുന്ന ആളുകളിൽ എനിക്ക് നീ സൽകീർത്തി നിലനിർത്തി തരണമേ. എന്നെ കുറിച്ച് ആളുകൾ പറയുമ്പോ എന്റെ നല്ലത് പറയാൻ
നീ എനിക്ക് അവസ്ഥയുണ്ടാക്കി തരണേന്നാണ്. സഹോദരങ്ങളെ, നമ്മളെ കാലശേഷം നമ്മൾ പ്രിയപ്പെട്ടവരും അയൽവാസികളും നമ്മളെ കടയിൽ സാധനം വാങ്ങാൻ വന്ന ആൾക്കാരും നമ്മളെ വണ്ടിയിൽ കയറിയവരും നമ്മളെ പരിചയമുള്ളവരൊക്കെ നമ്മളെ കുറിച്ച് എന്തു പറയും? ഇബ്രാഹിം നബിയുടെ ഈ തേട്ടം അല്ലാഹ് പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹങ്ങളിലും പ്രിയപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജൂതരാകട്ടെ നസാറാക്കളാകട്ടെ അവരൊക്കെ പറഞ്ഞത് ഇബ്രാഹിം നബി ഞങ്ങളാളാണെന്നാണ്. എല്ലാവർക്കിടയിലും ഇബ്രാഹിം നബിക്ക് അല്ലാഹു സൽകീർത്തി നിലനിർത്തി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ സ്വർഗത്തിന്റെ നരകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ടാണല്ലോ മരണശേഷം ആളുകൾ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് എന്റെ കാലശേഷം ആളുകൾക്ക് ഇടയിൽ എനിക്കൊരു സൽകീർത്തിനെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേന്ന് അത് നമ്മളും പ്രാർത്ഥിക്കണം. നമ്മളെ കുറിച്ച് അയൽവാസികളും ബന്ധുക്കളും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ നന്മകൾ പറയാൻ, നന്മകൾ ബാക്കി വെച്ച് നമ്മൾ പോകണം. ആറാമത്തൊന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ശുദ്ധമായ കഅബാലയത്തെ പടുത്തുയർത്തുമ്പോ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. അല്ലാഹ് പറഞ്ഞ സ്ഥലത്ത് ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം അല്ലാഹ് പറഞ്ഞ രൂപത്തിലാണ് ഇബ്രാഹിം നബി നിർവഹിക്കുന്നത്. പടച്ചോൻ പറഞ്ഞിട്ടാണ് ആ പണി ചെയ്യുന്നത്. അതുകൊണ്ട് പടച്ചോൻ എനിക്കാണ് കൂലി തന്നോളുന്നല്ല, പടച്ചോൻ ഇത് സ്വീകരിക്കണേ. നിസ്കരിച്ചാൽ മാത്രം പോരാ, നോമ്പെടുത്താൽ പോരാ, സക്കാത്തും സ്വതക്കയും കൊടുത്താൽ പോരാ, അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി കൂടി നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. നോക്കൂ, നിങ്ങൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ലൈൻ അസ്തയ്ഖിനു അന്ന അല്ലാഹ തഖബ്ബല മിന്നി സ്വലാത്തൻ വാഹിദ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ. എന്റെ ഒരു നിസ്കാരെങ്കിലും പടച്ചോൻ സ്വീകരിച്ചു എന്ന് എനിക്ക് അറിയാൻ കഴിയലാണ് ഈ ആകാശവും ഭൂമിയും അതിലുള്ളത് മുഴുവൻ എനിക്ക് കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം. എന്റെ 2 റക്അത്ത് നിസ്കാരെങ്കിലും പടച്ചോൻ സ്വീകരിച്ചു എന്നറിയാം. അതുകൊണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഏഴാമത്തൊരു പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ചോനെ, പരലോകത്ത് നീ എന്നെ നിന്ദിച്ച് കളയരുത് റബ്ബേ. സമ്പത്തും സന്താനൊന്നും ഉപകാരപ്പെടാത്തൊരു ലോകം വരാണ്ടല്ലോ, അവിടെ റബ്ബേ നീ എന്നെ പരിഹസിച്ച് കളയരുത്. ഇത് ആരെ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ? ഖലീലുള്ളാന്റെ പ്രാർത്ഥന. ഇബ്രാഹിം അല്ലദീ വഫ, ഞാൻ ഏൽപ്പിച്ച എല്ലാ പണിയും ഇബ്രാഹിം നബി പൂർത്തിയാക്കി എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞ് ഇബ്രാഹിം നബി പറയാണ്, പടച്ചോനെ പരലോകത്തിന്റെ നിന്ദിനാക്കരുത് കേട്ടോ, പരിഹസിക്കരുത് കേട്ടോ. നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്കി സഹോദരങ്ങൾ, നമുക്ക് ആരെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ നമ്മുടെ പരലോകം എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ആത്മാർത്ഥമായി ആ പരലോക വിജയത്തിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഈ 7 പ്രാർത്ഥന, അതേഴും നമുക്ക് പാഠമുള്ളതാണ്, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമുക്ക് ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് സ്വാധീനവും കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യണം? സൂറത്തുൽ ഹജ്ജിന്റെ 41 അല്ലാഹ് പറയാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ സ്വാധീനം കിട്ടിയാൽ അഖാമുസ്സലാ വ ആതൗ സക്കാ, നിസ്കാരം കൃത്യമായിട്ട് നിലനിർത്തും, സക്കാത്ത് കൊടുക്കും, വ അമറൂ ബിൽ മഅറൂഫി വ നഹൗ അനിൽ മുൻകർ, ആളുകളോടൊക്കെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാ, നമ്മൾ ഈ മണ്ണിൽ സ്വതന്ത്രരാണ്, സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരാണ്. ഈ 4 കാര്യം നമ്മളിലുണ്ടോ? കൃത്യമായി നിസ്കാരം നിലനിർത്താൻ, സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നന്മ പറയുന്നുണ്ടോ ആളുകളോട്? തിന്മ വിരോധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ നന്മ അത് തൗഹീദാണ്. അത് ആളുകളോട് പറയാൻ,
ഏറ്റവും വലിയ തിന്മ അത് ശിർക്കാണ്. അത് എതിർക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? നിർഭയത്വം തൗഹീദിലൂടെയാണ് ലഭിക്കുക എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ നമ്മളൊരു വലിയ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച അള്ളാങ്കുളത്ത് വെച്ചാണ് നമ്മുടെ മണ്ഡലം സമ്മേളനം. ഈ ഞായറാഴ്ച അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, ആളുകളോട് തൗഹീദ് പറയാൻ, അവർക്ക് ഈ നന്മയുടെ ഈ മാർഗം കാണിച്ചു കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളൊരു ദഅവ സ്ക്വാഡ് നടത്തുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ, അതെന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ഭാഗമാകാൻ പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഭൂമിയിൽ തന്ന ഈ സ്വാധീനവും സ്വാതന്ത്ര്യവും അള്ളാഹ്ക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാവുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, സാമ്പത്തിക ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവ എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രത്യേകം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ രോഗത്തിന് ശമനം നൽകുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തൗഹീദിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.